ഓം ശണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ, അതായത് ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ രുക്മിണിയും കൃഷ്ണനും തമ്മിലുള്ള സംവാദമാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ നമ്മെ ക്ഷണിച്ചു കൊണ്ട് തികഞ്ഞ മര്യാദയോടുകൂടി നീ നമുക്കൊരു സന്ദേശവും രഹസ്യ സന്ദേശവും അയച്ചു. നാം നിന്നെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ നിന്റെ ജ്യേഷ്ഠൻ രുക്മി രൂക്ഷമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മെ എതിർക്കുകയും ചെയ്തു. ആ ഏറ്റുമുട്ടലിൻ്റെ ഫലമായിട്ട് ഞാൻ അയാളെ പരാജയപ്പെടുത്തി വിരൂപനാക്കി. അനിരുദ്ധൻ്റെ വിവാഹകാലത്ത് നാം എല്ലാം ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തർക്കവിഷയമായിരിക്കുന്ന ഒരു വാക്കിൻ്റെ പേരിൽ നിന്റെ സഹോദരനുമായിട്ട് വീണ്ടും മറ്റൊരു പോര് നടന്നു. ഒടുവിൽ നമ്മുടെ ജ്യേഷ്ഠൻ ബലരാമൻ അയാളെ വധിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ ചൊല്ലി പ്രതിഷേധ സൂചകമായിട്ട് ഒരു വാക്കുപോലും നീ മിണ്ടാത്തത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചു. വിവാഹത്തിൻ്റെ പേരിൽ സഹോദരനെ ആദ്യം കൊല്ലരുതെന്ന് അപേക്ഷിച്ചു, കൊല്ലാതെയൊക്കെ വിട്ടു, വിരൂപനാക്കി വിട്ടു. പക്ഷെ പിന്നീട് ഒരവസരത്തിൽ വീണ്ടും ഏറ്റുമുട്ടലിൽ എൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ അയാളെ വധിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ ചൊല്ലി പ്രതിഷേധ സൂചകമായിട്ട് ഒരു വാക്കുപോലും നീ മിണ്ടാത്തത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി എന്നാണ് ഭഗവാൻ പറയുന്നത്. നാമുമായി വേർപെടേണ്ടി വന്നെങ്കിലോ എന്ന ഉത്കണ്ഠ മൂലം നിശബ്ദയായി അനന്തര ഫലങ്ങളെ ഒക്കെ നീ സഹിക്കുകയാണ് ഉണ്ടായത്. അല്ലയോ പ്രിയപ്പെട്ട പത്നി, ഈ വലിയ മൗനത്തിൻ്റെ ഫലമായിട്ട് നീ നമ്മെ എക്കാലത്തേക്കും വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത്. എക്കാലവും നാം നിന്റെ നിയന്ത്രണത്തിലായി. നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ നമ്മെ ക്ഷണിച്ചുകൊണ്ട് നീ ഒരു ദൂതനെ അയച്ചു. നാം അവിടെ എത്താൻ അല്പം അമാന്തിച്ചപ്പോൾ ഈ ലോകം തന്നെ ശൂന്യമായതുപോലെ നിനക്ക് തോന്നി, ഇല്ലേ? നിന്റെ മനോഹരമായ ശരീരം മറ്റൊരുത്തന് സമർപ്പിക്കാൻ ഉള്ളതല്ലെന്ന് ആ നിമിഷത്തിൽ നീ തീരുമാനിച്ചു. അതിനാൽ നാം വരില്ല എന്ന് കരുതി സ്വഹത്യ ചെയ്ത് ശരീരം നാശം വരുത്താൻ നീ ഉറപ്പിച്ചു. ഇവിടെ സ്വഹത്യ എന്ന ആ വാക്കാണ് ഭഗവാൻ ഉപയോഗിച്ചിരുന്നത്. ആത്മഹത്യ എന്നൊരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഞാനും പറയാറുണ്ട്, ആത്മഹത്യ എന്ന വാക്ക് തെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ പല വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആത്മഹത്യ എന്ന് പറയാൻ ശരിക്കും ആത്മാവിനെ ഹത്യ ചെയ്യാൻ ആർക്കും സാധ്യമല്ല. സ്വഹത്യ എന്ന് പറയാം. സ്വഹത്യ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. അതാണ് ഭഗവാൻ ഇവിടെ രുക്മിണി ആത്മഹത്യക്ക് ശ്രമിച്ചു, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു എന്നല്ല പറയുന്നത്. ഇവിടെ സ്വഹത്യ ചെയ്യും, ശരീരത്തെ നശിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതായത് അല്പനേരത്തേക്ക് ഭഗവാൻ വരാൻ അമാന്തിച്ചപ്പോൾ ഈ ലോകം തന്നെ ശൂന്യമായതുപോലെ നിനക്ക് തോന്നിയില്ലേ? നിന്റെ മനോഹരമായ ശരീരം മറ്റൊരുത്തിന് സ്പർശിക്കാനുള്ളതല്ലെന്ന് ആ നിമിഷത്തിൽ നീ തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് നാം വരില്ല എന്ന് കരുതി സ്വഹത്യ ചെയ്ത് ശരീരനാശം വരുത്താൻ നീ ഉറപ്പിച്ചു. അതും ശരിയല്ലേ? പ്രിയപ്പെട്ട രുക്മിണി, നമ്മോടുള്ള മഹത്വം സമുന്നതവുമായിരിക്കുന്ന ഈ പ്രേമം എക്കാലവും നമ്മുടെ ആത്മാവിൽ തന്നെ ഉണ്ടായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോടുള്ള നിന്റെ കലർപ്പറ്റ പ്രേമം വേണ്ട രീതിയിൽ മടക്കി തരിക എന്നത് നമ്മുടെ അധികാര പരിധിയിൽ പെടുന്ന കാര്യവുമല്ല. ഇതാണ് ഏറ്റവും വലിയ കടം എന്ന് പറയുന്നത്. ഭഗവാൻ പറയാണ്, ഇത്രയധികം പരമമായ പ്രേമം ആത്മതലത്തിൽ തന്നെ നമ്മൾ തമ്മിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോടുള്ള ഈ കലർപ്പറ്റ കലർപ്പില്ലാത്ത പ്രേമം വേണ്ട രീതിയിൽ മടക്കി തരിക എന്നത് നമ്മുടെ അധികാര പരിധിയിൽ പെടുന്ന കാര്യവുമല്ല എന്ന് പറയും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം നമ്മളെ ഒരാളുടെ പരമമായിട്ട്, അല്ലെങ്കിൽ ഉറച്ച രീതിയിൽ നിഷ്കളങ്കമായിട്ട്, കലർപ്പറ്റാന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതേ രീതിയിൽ, വേണ്ട രീതിയിൽ അതിന് തക്കവണ്ണമായിട്ട് മടക്കി തരാൻ കഴിയില്ലെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്.
അത് നമ്മുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല. കാരണം അത് പ്രകൃതിദത്തമായിട്ട് തന്മയീഭാവം വരണം. അപ്പോഴാണ് ഇപ്പം എന്തു കൊടുത്താലാണ്, ഏത് രീതിയിൽ പെരുമാറിയാലാണ് മറ്റേയാൾക്ക് അനുകൂല ഭാവം ഇഷ്ടമായി ഇല്ലെങ്കിൽ പ്രസന്നഭാവം ഉണ്ടാകുക എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്, കാരണം കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇപ്പം ഭഗവാൻ ഉദ്ദേശിച്ചത് എന്താ, എന്തൊക്കെയാണ് പറഞ്ഞത്, അതിൽ നിന്ന് തെറ്റിദ്ധരിക്കുക ചെയ്തത്. ആദ്യം തമാശ രൂപേണയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും പരമമായ പ്രേമത്തിൻ്റെ ലക്ഷ്യത്തിലായിരുന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞത് ആദ്യം തന്നെ മനസ്സിലാക്കാമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഏത് രീതിയിലാണ് പ്രതികരണം ഉണ്ടാകുക എന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഏത് രീതിയിൽ നിനക്ക് എന്നോട് പ്രേമമുണ്ടോ, നിഷ്കളങ്കമായ പ്രേമം വേണ്ട രീതിയിൽ മടക്കി തരിക എന്നത്, നീ എന്നോട് കരുതുന്ന പ്രേമം അതേപോലെ തന്നെ അതേ നാണയത്താൽ മടക്കി തരിക എന്നത് നമ്മുടെ അധികാര പരിധിയിലല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് ആർക്കും സാധ്യമല്ല എന്ന് പറയും. കാരണം 100% അങ്ങനെ ആവുക? ഓരോ വ്യക്തിത്വമാണല്ലോ പ്രവർത്തിക്കുക. അപ്പോൾ അതേ നാണയത്തിൽ, അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ എങ്ങനെ ആ ആൾക്കും നമ്മുടെ അധികാര പരിധിയിലല്ല എന്നർത്ഥം. കാരണം അത് പ്രകൃതിയാണ്. തീരുമാനിക്കുക എന്നർത്ഥം. ആരുടെയെങ്കിലും ഭർത്താവോ പുത്രനോ പിതാവോ ആകേണ്ട ഒരു കാര്യവും പരമപുരുഷനായ കൃഷ്ണൻ ഇല്ലെന്ന് തീർച്ച തന്നെ. എന്തെന്നാൽ സർവവും അദ്ദേഹത്തിൻ്റെ വകയാണ്, എല്ലാവരും അദ്ദേഹത്തിൻ്റെ വരുതിയിലുമാണ്. തൻ്റെ സംതൃപ്തിക്ക് അദ്ദേഹത്തിന് ആരുടെയും സഹായം ആവശ്യവുമില്ല, ആരെയും ആശ്രയിക്കേണ്ടതുമില്ല. അദ്ദേഹം സ്വയം ആത്മാരാമനാണ്. ഒരാളുടെ സഹായമില്ലാതെ തന്നിൽ നിന്ന് തന്നെ എല്ലാ സുഖങ്ങളും അദ്ദേഹത്തിന് നേടാനാകും. മനുഷ്യനായി ലീലകൾ ആടാൻ ഭഗവാൻ അവതരിക്കുമ്പോൾ ഭർത്താവോ പുത്രനോ സുഹൃത്തോ ശത്രുവോ ഒക്കെയായി അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി അദ്ദേഹം അഭിനയിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഇരിക്കെ പൂർണ്ണമായിട്ട് റാണിമാരുടെ ഭർത്താവായി നടിക്കുമ്പോൾ, വിശേഷിച്ചും രുക്മിണിയുടെ ഭർത്താവായി നടിക്കുമ്പോൾ ദാമ്പത്യ പ്രേമം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം ആസ്വാദ്യകരമാകണമെങ്കിൽ ഇതുപോലെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരമമായ പ്രേമത്തിലേക്ക് എത്തണം എന്നാണ് ഗൃഹസ്ഥന്മാരെ രുക്മിണിയും ഭഗവാനും ചേർന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നതെന്ന് മനസ്സിലാക്കണം. ഗൃഹസ്ഥ ജീവിതം സമ്പന്നമാകണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവും എത്രമാത്രം യോജിച്ച് നിൽക്കുന്നോ അതനുസരിച്ചായിരിക്കും ആ കുടുംബം യഥാവിധി പരിപാലിക്കപ്പെടുക. അനായാസന ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് തട്ടിൽ നിന്നാൽ ഒരിക്കലും സാധ്യമല്ല. നമ്മൾ പലരും പല കാര്യങ്ങൾക്കും മാറ്റി നോക്കലൊക്കെ ഉണ്ട്. ജാതകം മാറ്റി നോക്കൽ തൊട്ട് തുടങ്ങിയതാണ്. പക്ഷെ എത്രയൊക്കെ മാറ്റി നോക്കാലും പ്രാക്ടിക്കൽ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കി തന്മയീ ഭാവത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും പരസ്പരം മനസ്സിലാക്കുക, അതനുസരിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് പ്രതിയോഗി പെരുമാറാൻ തയ്യാറാകണം. അതെല്ലാ കാര്യത്തിലും, ശാരീരികമായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും മാനസികമായിട്ടും പ്രവൃത്തികളായിട്ടും വസ്തുക്കളായിട്ടും ഇഷ്ടവസ്തുക്കളായാലും ഏത് കാര്യത്തിലും വേണ്ടില്ല പരസ്പരം ഭാവയന്തക പരമശ്രേയവാപ്സ്യത എന്നാണ് പറഞ്ഞേക്കണം ഭഗവാൻ. അപ്പോൾ തനിക്ക് എന്ത് കിട്ടിയാലും പ്രതിയോഗിക്ക് വേണ്ടി സമർപ്പിക്കുക, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഇങ്ങോട്ടും അതേ നമ്മുടെ ഒരേ ശരീരത്തിലെ കയ്യും കാലും പ്രവർത്തിക്കുന്ന പോലെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട്, മനസ്സിൻ്റെയും ഭാഗമായിട്ട്, ഇന്ദ്രിയങ്ങളുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതായത് ഒരൊറ്റ ത്യാഗമനസ്ഥിതി നമ്മൾ കാണിച്ചാൽ മതി. പ്രായോഗിക തരത്തിൽ മറ്റേ ആളുടെ പ്രതിയോഗിയുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് കൊണ്ട് നമ്മൾ പെരുമാറാൻ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കണം. എന്നാൽ പ്രതിയോഗിയും തിരിച്ച് അവരുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചിട്ട് മറ്റേ ആളുടെ ഭർത്താവിൻ്റെ ഇഷ്ടത്തെ സാധിപ്പിച്ചു കൊടുക്കുന്ന വിധത്തിൽ തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കണം. ഇങ്ങനെ പരസ്പരം ഒരു ത്യാഗം ഉണ്ടായിരുന്നാൽ, അവരവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കുന്ന ത്യാഗമനസ്ഥത ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന അനായാസന ജീവിതം, ഗൃഹസ്ഥ ജീവിതം മാതൃകാ ദമ്പതികളായിട്ട് മാറാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ഏത് കാര്യത്തിലും
ആത്മീയ മാർഗത്തിലായാലും ഭൗതിക മാർഗത്തിലായാലും ഗ്രഹം പരിപാലിക്കുന്ന വ്യവസ്ഥിതിയിലായാലും പരസ്പരം ഭാവേന്തക ശ്രേയ പരമവാപ്സ്യ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന തത്വത്തെ പ്രാക്ടിക്കൽ തലത്തിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പരസ്പരം ഭാവേന്തക ഉണ്ടായിരിക്കും. അപ്പോഴാണ് അനായാസന ജീവിതം നയിക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രതീകാത്മകമായൊരു മാതൃക സംഭാഷണത്തിലൂടെ നമ്മളെ ഭഗവാൻ മനസ്സിലാക്കി തരിക ചെയ്യുന്നത്. അവർ തമ്മിലുള്ള സംവാദത്തിലൂടെ ഗൃഹസ്ഥ ജീവിതം എങ്ങനെ നയിക്കണം, പരസ്പരം തന്മയീഭാവം വന്ന് സഹധർമ്മം എങ്ങനെ പരിപാലിച്ച് ഗൃഹസ്ഥ ജീവിതത്തിൽ എങ്ങനെ ശ്രേയസ് നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ. ഇന്നിപ്പം പലപ്പോഴും നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഇവിടെയും ഒരു പ്രേമത്തിൻ്റെ ഈ പ്രേമലേഖനമൊക്കെ കൊടുത്തിട്ട് പരസ്പരം ഒരിക്കലും കണ്ടില്ല. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്പരം പരിചയപ്പെട്ടിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പ്രൊഫൈൽ പിക്ചർ പോലും കണ്ടിട്ടാണെങ്കിൽ ആ ഫോട്ടോയൊക്കെ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. വേറെ ആരെങ്കിലും നേരിട്ട് കാണുമ്പോഴായിരിക്കും യഥാർത്ഥ രൂപം മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ പരിചയപ്പെട്ടിട്ട് വിവാഹം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ അധികം കാലം നിലനിൽക്കാതെ തല്ലിപ്പിരിയുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം പരമമായ പ്രേമമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രേമലേഖനമൊക്കെ കൊടുത്ത് അങ്ങനെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന കുടുംബങ്ങൾ പോലും ഒരു 10 വർഷം വരെ നീണ്ടു നിൽക്കുന്നത് വരെ വളരെ വിരളമായിട്ട് നമുക്ക് കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് ശ്രീകൃഷ്ണനും രുക്മിണിയും. തട്ടിക്കൊണ്ടുപോകുന്നത്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടിയാണ്. സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ആളാണ് രുക്മിണി. അങ്ങനെയുള്ളവർ വിവാഹം കഴിച്ചിട്ടും യാതൊരുവിധ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞാൽ അത് മനഃപൂർവ്വം പരീക്ഷിച്ചതാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ ഗൃഹസ്ഥ ജീവിതം എങ്ങനെ സമ്പന്നമാക്കി ആ ശ്രേയസ്സിലേക്ക് എങ്ങനെ എത്തിച്ചു എന്ന് ഭഗവാൻ ഇവിടെ നമ്മളെ മാതൃകാ ദമ്പതികളായിട്ട് കാണിച്ചു തരിക ചെയ്യുന്നത്. ആ സംഭാഷണത്തിൽ തന്നെ അതിൽ ആത്മീയമായ കാര്യങ്ങളുമുണ്ട്, ഭൗതികമായ കാര്യങ്ങളുമുണ്ട്. ഇത് രണ്ടും യോജിപ്പിച്ച് എങ്ങനെ ഗൃഹസ്ഥ ജീവിതം സമ്പന്നമാക്കാമെന്ന് ഇതിൽ നിന്ന് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഉതകുന്ന ഉപദേശം ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കണം. അപ്പോഴാണ് ഭാഗവതം പഠിക്കുന്നതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗീത പഠിച്ചതുകൊണ്ട് മാത്രമായില്ല. അതുകൊണ്ടാണ് ഭാഗവതവും കൂടെ ആയത്. ഗീതയിൽ തത്വബോധം മാത്രമാണ്. പ്രാക്ടിക്കൽ തലത്തിൽ നമ്മളെങ്ങനെ ജീവിതം നയിക്കണം എന്ന് ചില ഗൃഹസ്ഥ ജീവിതം ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നതിനെ പറ്റിയൊക്കെ ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞതും ഗീതയിൽ പറഞ്ഞത് എൻ്റെ ജന്മവും ദിവ്യമായ ജന്മവും എൻ്റെ കർമ്മവും താത്വികമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ ഭഗവാന്റെ ജീവിതം മാത്രം പഠിച്ചാൽ മതി. പൂർണ്ണ ഒരു മനുഷ്യൻ 125 വയസ്സ് വരെ ഒരു മനുഷ്യ ജന്മം എടുത്തിട്ട് എങ്ങനെയാണ് ഭഗവാൻ ജീവിച്ചത് എന്ന് കാണിച്ചു തരികയാണ്. അതൊന്നും രണ്ടും ഭാര്യമാരല്ല, 16,108 ഭാര്യമാരെ വിട്ട് എങ്ങനെ ജീവിച്ചു. ഇവരുമായിട്ട് എന്നാ മമതാബന്ധം ഉണ്ടായിരുന്നോ? ഒന്നിനോടും ഇല്ല. പക്ഷെ എല്ലാവരുടെയും അവരുടെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിച്ച് അവരെയൊക്കെ ഒപ്പം നിർത്തി. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. നമുക്ക് ഒരാളെ പോലും ഒപ്പം നിർത്താൻ സാധിക്കുന്നില്ല. ഇവിടെ ഭഗവാൻ 16,108 പേരെ കൂടെ നിർത്തി. മറ്റാരെയും അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ. അവർ തമ്മിലും കലഹിക്കാലോ, യോജിപ്പില്ലാത്തവരാണ്. ഇവിടെ സംശയാത്മകമായിട്ട് സംശയം തോന്നിയാൽ തന്നെ ഗൃഹസ്ഥ ജീവിതം താറുമാറാകും. വെറുതെ ഭാര്യ ഭർത്താവിനെ സംശയിക്കുകയോ ഇല്ലേ ഭർത്താവ് ഭാര്യയെ സംശയിക്കുകയോ ചെയ്താൽ തന്നെ സംശയാത്മം വിനശതി, ആ ഗ്രഹം തന്നെ തകരും. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ 16,008 പേര് എങ്ങനെയാണ് ഒരേ മനസ്സോടെ ഒരേ ഭർത്താവിനെ തന്നെ ആകർഷിച്ച് ജീവിച്ചത് എന്ന് ഇവിടെ ഭഗവാൻ നമ്മളെ മാതൃക കാണിച്ചു തരികയാണ്. ഇതിൽ ഒരാളെങ്കിലും നമുക്ക് ഇതേപോലെ ശ്രേയസ്സിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അനായാസന ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനൊരു പാഠം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കണം എന്നർത്ഥം. അപ്പോൾ വൈദിക സംസ്കാരം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യാത്വം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭാര്യയോട് ഹീനമായിട്ട് പെരുമാറാൻ പാടില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാതൃകാ ഗൃഹസ്ഥൻ എന്ന നിലയിൽ എല്ലാ ഭാര്യമാരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഒന്നിൽ അധികം ഭാര്യമാരെ സ്വീകരിക്കാവൂ എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭഗവാൻ ബഹുഭാര്യാത്വം സ്വീകരിച്ചതും എന്തുകൊണ്ടാണ്, അവരെയൊക്കെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് കൂടി പറയാം. അഥവാ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സംസ്കാരം അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാമെന്ന് പൂർവികരായിട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്.
അഥവാ അങ്ങനെ നയിക്കണമെങ്കിൽ മാതൃകാ ഗൃഹസ്ഥൻ എന്ന നിലയിൽ എല്ലാ ഭാര്യമാരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാവൂ. അല്ലാത്ത പക്ഷം അത് അനുവദിച്ചിട്ടില്ല. ഭഗവാൻ കൃഷ്ണൻ ലോകാചാര്യനാണ്. അതിനാൽ അദ്ദേഹത്തിന് ഭാര്യയുടെ ആവശ്യമില്ലാതിരുന്നിട്ടും അദ്ദേഹം ഭാര്യമാരുടെ എണ്ണത്തിന് തുല്യമായ വിഭിന്ന രൂപങ്ങൾ കൈക്കൊണ്ട് അവരോടൊന്നിച്ച് നിയമാത്മക തത്വങ്ങളും ചട്ടങ്ങളും ചുമതലകളും വൈദിക അനുശാസനങ്ങളും സാമൂഹ്യ നിയമങ്ങളും ആചാരങ്ങളും പരിപാലിച്ച് മാതൃകാ ഗൃഹസ്ഥനായി ജീവിക്കുകയും ചെയ്തു. തൻ്റെ 16,108 ഭാര്യമാർ ഒരേ സമയം വെവ്വേറെ കൊട്ടാരങ്ങളിലും വ്യവസ്ഥയും വിഭിന്നമായിരിക്കുന്ന അന്തരീക്ഷവും നിലനിർത്തി. ഇപ്രകാരം ഏകനാണെങ്കിലും 16,108 മാതൃകാ ഗൃഹനാഥനായി ഗൃഹസ്ഥനായി ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം. ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ തന്നെ വിഭൂതികളെ നമ്മൾ പുരുഷന്മാരെല്ലാവരും ഭാര്യമാരെല്ലാം ഈ പ്രകൃതിയുടെ പ്രതീകാത്മകമായിട്ട് രുക്മിണീ ദേവിയുടെ പ്രതിരൂപങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ പ്രതിരൂപങ്ങൾ തന്നെയാണ്, ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാര്യയെ പോലും തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അനേകങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്തും? അപ്പോൾ ഭഗവാൻ ഇവരെല്ലാം തൃപ്തിപ്പെടുത്തി ഒരു ഗൃഹസ്ഥ ജീവിതം ശ്രേയസ്കരമായിട്ട് എങ്ങനെ കൊണ്ടു നടക്കുമെന്ന് ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തരിക ചെയ്ത്. ഇതും പറഞ്ഞു ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വെക്കണമെങ്കിൽ തന്നെ അവരെ ഒരേപോലെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അവരെ തൃപ്തിപ്പെടുത്താനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. അവരെ ഒരു കാരണവശാലും ഒരാളെപ്പോലും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ വേണം ഗൃഹസ്ഥ ജീവിതം നയിക്കാൻ. ബഹുഭാരാത്യം സംസ്കാരം അനുസരിച്ച് അനുവദനീയമാണെങ്കിൽ തന്നെ നമുക്ക് അവരെയൊക്കെ തൃപ്തിപ്പെടുത്താനും കൂടെ സാധിക്കണം. തമ്മിൽ കലഹിക്കോ ഇല്ലേ തമ്മിൽ തല്ലുവോ ഇല്ലേ അവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറോ ഒന്നും ഒരു ഭാര്യയുടെ അടുത്തും പാടില്ല. അതൊക്കെയാണ് ഭഗവാൻ ഇവിടെ മാതൃക കാണിച്ചു തരുന്നതെന്നർത്ഥം. അങ്ങനെ ശ്രീകൃഷ്ണ രുക്മിണി സംവാദം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഒരു അനായാസേന ജീവിതം നയിക്കുമ്പോൾ ഒരു സമ്പൽ സമർത്ഥമായിരിക്കുന്ന ശ്രേയസ്സോടുകൂടിയ ഒരു ഗൃഹസ്ഥ ജീവിതം എങ്ങനെ സമ്പന്നമാക്കാൻ സാധിക്കും. അതിൽ ആത്മീയതയും വേണം, ഭൗതികതയും വേണം. രണ്ടും യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഗൃഹസ്ഥ ജീവിതം നയിക്കാൻ സാധിക്കൂ. പരസ്പരം ഭാവം എന്താണെന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടങ്ങൾക്കുപരി തൻ്റെ ഇഷ്ടങ്ങളെ മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ത്യജിക്കുന്ന മനോഭാവത്തെ, അതാണ് ഏറ്റവും വലിയ ത്യാഗമനസ്സ്, അതാണ് ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ പരസ്പരം ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ അത് തന്മയീഭാവം തന്നെ വരും. അപ്പം എൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് എൻ്റെ ഭാര്യ പെരുമാറുകയും ഭാര്യയുടെ ഇഷ്ടം അനുസരിച്ച് ഞാനും പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ ഗൃഹസ്ഥ ജീവിതം തന്മയീഭാവം സഹധർമ്മത്തിലേക്ക് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. എല്ലാ കാര്യത്തിലും നടപ്പിലും എടുപ്പിലും ഊണിലും ഉറക്കത്തിലും എല്ലാം നമ്മൾ ആ തന്മയീഭാവം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ആ 59-ാമത്തെ അധ്യായം ഇതോടുകൂടി സമർപ്പിക്കുകയാണ്. ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ മാതൃകാ ദമ്പതികൾ എങ്ങനെ ജീവിക്കണമെന്ന് ശ്രീകൃഷ്ണനും രുക്മിണിയും നമ്മളെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്ന ഒരധ്യായമാണ് ഇത്. ഇത് നമുക്ക് ഗൃഹസ്ഥ ജീവിതത്തിന് ഏറ്റവും വലിയ മാതൃകയായിട്ട് സ്വീകരിക്കാവുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അധ്യായം സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഓം ശാന്തി ശാന്തി.